കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. ഹായ്, ഞാൻ നാദിർ ഷാ. യമണ്ടൻ അഥവാ യമണ്ടൻ എന്ന പ്രയോഗം എങ്ങനെ വന്നു? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ പറയട്ടെ. യമണ്ടൻ അഥവാ യമണ്ടൻ ജോലി, യമണ്ടൻ തിരക്ക്, യമണ്ടൻ നുണ എന്നു തുടങ്ങി മലയാളത്തിൽ പൊതുവെ ശക്തമായ അല്ലെങ്കിൽ വലിപ്പമേറിയ എന്ന അർത്ഥത്തിലാണ് യമണ്ടൻ എന്ന വാക്ക് ഉപയോഗിച്ച് കാണുന്നത്. മലയാള സിനിമയിൽ വന്ന യമണ്ടൻ പ്രയോഗം ഒരു യമണ്ടൻ പ്രേമകഥ എന്ന സിനിമാ പേര് വരെ എത്തി. 1914 സെപ്റ്റംബർ 22 മദിരാശി തുറമുഖം. രാത്രി 9:45 കിഴക്കിൻ്റെ അരയന്നം എന്നു പേരുള്ള ഒരു കപ്പൽ നങ്കൂരമിടുന്നു. ഒന്നാം ലോക യുദ്ധകാലം. ദക്ഷിണേന്ത്യയെ യുദ്ധം ബാധിച്ചിട്ടില്ല. നഗരം ശാന്തമായി ഉറങ്ങാനുള്ള തുടക്കത്തിലായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു വന്നുകയറിയ കപ്പലിലെ പീരങ്കികൾ തുറമുഖത്തെ ബ്രിട്ടീഷ് എണ്ണക്കിണറുകളിലേക്ക് നിറയൊഴിച്ചു. 10 ലക്ഷത്തോളം ലിറ്റർ മണ്ണെണ്ണ നിന്നുകത്തി. അതിൻ്റെ വെളിച്ചത്തിൽ മദിരാശി പട്ടണം നട്ടുച്ച പോലെ ജ്വലിച്ചു. കാറ്റ് കടലിലേക്ക് ആയിരുന്നതിനാൽ ഭാഗ്യം കൊണ്ട് മാത്രം നഗരം രക്ഷപ്പെട്ടു. ഉന്നം തെറ്റി ചില ഉണ്ടകൾ പതിച്ചത് ഒഴിച്ചാൽ നഗരത്തിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് കപ്പൽ ലക്ഷ്യം വെച്ചിരുന്നില്ല. പിന്നീട് ജനം അറിഞ്ഞു, വന്നത് ലോക ചരിത്രത്തിൽ ഏറ്റവും വിനാശം വിതച്ച കപ്പലാണ്, ജർമ്മനിയുടെ SMS എംഡൻ. തുടർ ആക്രമണം ഭയന്ന് ജനം നാടുവിടാൻ തുടങ്ങി. എംഡന്റെ പ്രഹരശേഷി ബ്രിട്ടന്റെ ആത്മധൈര്യം ചോർത്തിക്കളഞ്ഞു. ഈ ആക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് ആൾക്കാർ മദ്രാസ് നഗരത്തിൽ നിന്നും വിദൂര സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ എംഡനെ പേടിച്ച് കപ്പലുകൾ തുറമുഖം വിട്ടു നീങ്ങാൻ തയ്യാറായില്ല. മർച്ചന്റ് ഷിപ്പുകളുടെ ഇൻഷുറൻസ് തുകയും ആകാശം മുട്ടെ ഉയരാൻ തുടങ്ങി. വെറും ഒരേയൊരു കപ്പൽ ഒട്ടുമൊത്തത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ തന്നെ പിടിച്ചടക്കിയതുപോലുള്ള നില ബ്രിട്ടനെയും സഖ്യകക്ഷികളെയും അമ്പരപ്പിച്ചു. ജർമ്മനിയിലെ എംഡൻ നഗരത്തിന്റെ പേര് നൽകപ്പെട്ടിരുന്ന ഈ യുദ്ധക്കപ്പൽ നീരാവി എഞ്ചിൻ ഉപയോഗിക്കുന്ന ജർമ്മൻ യുദ്ധക്കപ്പലുകളുടെ ശ്രേണിയിലെ അവസാന കണ്ണിയായിരുന്നു. കപ്പലിലെ 12 ബോയിലറുകൾക്ക് ഊർജം പകരാൻ കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. യാത്രാക്കപ്പൽ എന്ന വ്യാജേനയാണ് വേഷം മാറി എംഡൻ കടലുകൾ താണ്ടിയിരുന്നത്. ശത്രുനിരയുടെ കണ്ണുവെട്ടിച്ച് വിജയകരമായി കടന്നാക്രമണം നടത്തി വന്ന എംഡന്റെ പേര് പിന്നീട് പല ഭാഷകളിലും ഉപമയായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ കരയുന്ന കുട്ടികളെ പേടിപ്പിക്കാൻ അമ്മമാർ യമണ്ടൻ വരുന്നു എന്ന് പറയുക പതിവാണ്. വരുന്നതും പോകുന്നതും അറിയാത്ത രീതിയിൽ ഒളിഞ്ഞുമാറി നടക്കുന്നവരെ സൂചിപ്പിക്കുവാനാണ് തമിഴ് ഭാഷയിൽ യമണ്ടൻ എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. അവൻ ശരിയാന യമണ്ടനാക ഇരുക്കാൻ, അഥവാ അവൻ ശരിക്കും ഒരു യമണ്ടൻ തന്നെ എന്ന പ്രയോഗം തമിഴിൽ വേരൂന്നാൻ കാരണമായതും ജർമ്മനിയുടെ എംഡൻ എന്ന യുദ്ധക്കപ്പൽ തന്നെ. യമണ്ടൻ അഥവാ യമണ്ടൻ ജോലി, യമണ്ടൻ തിരക്ക്, യമണ്ടൻ നുണ എന്നു തുടങ്ങി മലയാളത്തിൽ പൊതുവെ ശക്തമായ അല്ലെങ്കിൽ വലിപ്പമേറിയ എന്ന അർത്ഥത്തിലാണ് യമണ്ടൻ എന്ന വാക്ക് ഉപയോഗിച്ച് കാണുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.